കേരളത്തിൽ ഇന്ന് ഏറെ സെൻസേഷനായിട്ടുള്ളൊരു കാര്യം, ഏറെ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യം നിങ്ങൾ പറയും കോവിഡാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നത് കോവിഡിൻ്റെ കാര്യമല്ല, ഭാഗ്യമാണത്. കേരളത്തിലേക്ക് അങ്ങനെ ചില ഭാഗ്യങ്ങൾ കൈവരും. അവർ കോവിഡിലേക്ക് മറന്നു. അവരുടെ ഇപ്പോൾ ചിന്ത അമ്പിളി ദേവിയുടെ ദുഃഖത്തെക്കുറിച്ചാണ്. അമ്പിളി അമ്പിളി ദേവി ഒരു കല്യാണം കഴിച്ചു, അതിൽ കുട്ടിയുണ്ട്. രണ്ടാമത് കല്യാണം കഴിച്ചു, അതിൽ കുട്ടിയുണ്ട്. പിന്നെ ഗർഭിണിയായ പറ്റുമെന്ന് അറിയില്ല, അത് വേറെ ആളുടെ ഗർഭം, അങ്ങനെയൊക്കെ പറഞ്ഞതൊക്കെയാണ് കേസ്. സിമ്പിളായിട്ട് പറയുന്നൊരു നാറിയ കേസ്, അത്രയേ ഉള്ളൂ. പക്ഷെ അത് വലിയ രീതിയിൽ കൊണ്ടാടുകയാണ് വാസ്തവത്തിൽ. ആ വലിയ വലിയ വീടുകളിൽ, ചെറിയ ചെറിയ വീടുകളിൽ രസകരമായിട്ടൊരു കലയാണ്. ശരിക്കും പറയാൻ വെച്ചാൽ ഒരു എല്ലാ വീട്ടിലും ചർച്ച ചെയ്യാൻ കഴിയുന്ന, ഓപ്പണായിട്ട് ചർച്ച ചെയ്യാൻ കഴിയുന്ന, പബ്ലിക്കായിട്ട് ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരു ബ്ലൂ ഫിലിം കഥ, അത്രയേ ഉള്ളൂ അതിനകത്ത്. പക്ഷേ ഈ തുണ്ട് ചിത്രങ്ങൾ പരസ്യമായിട്ട് കാണാൻ പറ്റില്ലല്ലോ. ഇതാകുമ്പോൾ പിന്നെ പരസ്യമായിട്ട് അങ്ങനെ ആകാമല്ലോ. ട്രോൾ ചെയ്യുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് രസകരമായിട്ടുള്ള, ലഹരി പിടിപ്പിക്കുന്ന, സിരകളിൽ ലഹരിയേറ്റുന്ന രീതിയിലുള്ള കഥകൾ അതവരിങ്ങനെ ദിവസവും മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഥാകൃത്തുക്കൾ. അമ്പിളിയാണ് ശരി, ആദിത്യൻ ജയനാണ് ശരി, ആദിത്യൻ ജയനല്ല ശരി, അമ്പിളിയല്ല ശരി. അപ്പം അതിൻ്റെ ഇടയിൽ അദ്ദേഹം തൃശ്ശൂർ നായക്കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ റൗണ്ടാണ്, അതായത് തൃശ്ശൂരിൻ്റെ ഹൃദയമാണ്. ആ ഹൃദയത്തിനകത്ത് ഒരു ഓട്ടോറിക്ഷ 2 മിനിറ്റ് ഓട്ടോറിക്ഷ, 2 മിനിറ്റ് എന്നല്ല, ഓട്ടോറിക്ഷയോട് നിർത്താൻ പാടില്ല. റൗണ്ടിൽ ഓട്ടോറിക്ഷ നിർത്താൻ പാടില്ല. നിർത്തിയ പോലീസ് യന്ത്രം നിർത്തിയിട്ടുള്ളത്, അല്ല ഒരാളവിടെ പോയിക്കാണ് മാറ്റി അവിടെ സ്റ്റാൻഡിൽ കൊണ്ടിടുമെന്ന് പറയും. അത്രയും തിരക്കുള്ള സ്ഥലമാണ്. ഇപ്പോഴാണ് തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ട് അവിടെ പന്തലുകളൊക്കെ കെട്ടിയിട്ടുണ്ട്, അവിടെ ബ്ലോക്ക് വേണ്ടത്രയുണ്ട്. അവിടെ ഒരു കാറിനകത്ത് കിടന്നിട്ട് അയാൾ കയ്യിൻ്റെ ഞരമ്പ് മുറിച്ചു. സ്വാഭാവികമായിട്ട് ആൾക്കാർ കണ്ടു. നടന്നു പോകുന്ന ആൾക്കാർ, ഒരാൾ കാറിനകത്ത് കിടക്കുന്നു, കാറ് നീങ്ങുന്നില്ല. നോക്കി, രണ്ടാൾ നോക്കി, കുറച്ചാൾ ചിലപ്പോൾ ചോര, വേറെ ആൾ പറഞ്ഞു അയ്യോ ചോര, അയ്യോ ചോര, ചോര, ചോര. എല്ലാവരും കൂടി അവിടെ അയാൾ ആശുപത്രിയിൽ എത്തിച്ചു, രക്ഷപ്പെട്ടു. കയ്യിൻ്റെ ഞരമ്പ് മുറിച്ചു കഴിഞ്ഞാൽ അത് പ്രധാനപ്പെട്ട ഞരമ്പ്, കയ്യിൻ്റെ ഭക്ഷണം പ്രധാനപ്പെട്ട ഞരമ്പില്ല. അങ്ങനെ കയ്യിൻ്റെ ഞരമ്പ് മുറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കൂടെ അത് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, ഈ രക്തം ക്ലോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൻ്റെ അവിടെ ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം. അതേളം ചൂടുള്ള വെള്ളമാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. ആ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാതെ പോവുക. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിങ്ങനെ അവസാനം മയക്കത്തിൽ വന്ന് ആൾ ഭരിക്കും. ഇത് നല്ല ചൂട് കാലത്ത് റൗണ്ടിൽ എല്ലാവരും കാണുകയോ വന്നിട്ട് ഈ വിരൽ മുറിച്ച് അവിടെ കിടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും മരിക്കില്ല അയാൾ. ഇവിടെ ഞരമ്പ് മുറിച്ച് കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അവിടെ വലിയ ഞരമ്പുകളൊന്നുമില്ല. ഇവിടെ നേരിട്ട് ഹാർട്ടിലേക്ക് പോകണ വലിയ ഞരമ്പുകളൊന്നും അതിനകത്തില്ല. ആയതുകൊണ്ട് ഇവിടെ ഞരമ്പ് മുറിച്ച് കഴിഞ്ഞാൽ അത് ക്ലോട്ട് ചെയ്യും, രക്തം ക്ലോട്ട് ചെയ്യും, അതാണ് സംഭവിക്കുക. അപ്പം ശരിക്കും പറയാന്ന് വെച്ചാൽ ഇതുവരെ ഒരു സീരിയലിലൊക്കെ അഭിനയിച്ചിരുന്നവരാണ്. ഇപ്പോൾ സീരിയലിൽ ഇത് അഭിനയമല്ല, അവർ സീരിയലിൽ യഥാർത്ഥത പ്രവർത്തിച്ചു, എത്രയും ഇതിനകത്ത് അർത്ഥമുള്ളൂ. ഇപ്പം അയാൾ മരിക്കാൻ അവിടെ നിന്നൊരു ഈ പറയുന്ന നായക്കനാൽ നടന്നു പോയി കഴിഞ്ഞാൽ 1.5 കിലോമീറ്റർ പോയ തീവണ്ടി സ്റ്റേഷനുണ്ട്. 1.5 കിലോമീറ്റർ അല്ല, കോട്ടപ്പുറം ജംഗ്ഷനിൽ അവിടെ നിന്ന് ഏകദേശം ഒരു 200 അടി താഴോട്ട് നടന്ന കോട്ടപ്പുറം റെയിൽവേ ഗേറ്റായി. അവിടെ നിന്ന് തീവണ്ടിക്ക് പണ്ടാരടങ്ങിയാൽ മതി, സുഖമായിട്ട് ചത്ത് കിട്ടും. അറിയില്ല, തലമുറ അടി കിട്ടുമ്പോഴേക്കും നമ്മുടെ സെൻസ് പോകും, ചത്തു പോകുന്ന അറിയില്ല. അതിന് കെട്ടി തൂക്കി ചാവാലോ, അതിന് വലിയ ചിലവൊന്നുമില്ലല്ലോ. ഇതല്ലാതെ ഞാനിതാ ആത്മഹത്യ ചെയ്യത്തക്ക വിധത്തിലുള്ളൊരു മാനസികാവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നാട്ടുകാരെ. ഇതാണ് ആ കൊച്ചൻ ചെയ്തത്. ജയൻ്റെ ബന്ധുവാണെന്നാണ് പറയുന്നത്. ജയൻ്റെ ഫാമിലി മുഴുവൻ ഇപ്പോൾ, അയാളുടെ ഒരു മകൻ എന്ന് പറയുന്ന ഒരാൾ, ജയൻ്റെ മകനാണ് ഞാൻ, ജയൻ്റെ മകനാണ് ഞാൻ, ജയൻ്റെ മകനാണ് ഞാൻ. നിങ്ങൾ ആരെങ്കിലും പറയാറുണ്ടോ എൻ്റെ അച്ഛൻ ഇബ്രാൻകുട്ടിയാണ്, എൻ്റെ അച്ഛൻ ഇബ്രാൻകുട്ടിയാണ്, എൻ്റെ അച്ഛൻ നിങ്ങൾക്ക് സംശയം പറയും, അല്ലെങ്കിൽ പറയില്ല. ജയൻ്റെ മകനായിട്ടുള്ള ഞാൻ, ജയൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ജയൻ വിവാഹം കഴിച്ചിരുന്നില്ല. ജയൻ അങ്ങനെ ഒരു ഭാര്യയെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. മാത്രമല്ല, ജയൻ വിവാഹാലോചന നടത്തിയിരുന്നു. തമിഴ്നടി ലത അവരുടെ വിവാഹാലോചന പോലും നടത്തിയിരുന്നു.
ജയൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഒരു കുട്ടിയുണ്ടെന്ന് ജയൻ പറഞ്ഞിട്ടില്ല. ഇത് ഇപ്പോൾ ഇവരെയാണ് പറയുന്നത് ഞാൻ ജയൻ്റെ മകനാണ്, നിങ്ങൾ ധൈര്യമായിട്ട് DNA ടെസ്റ്റ് നടത്തിക്കോ. ഇദ്ദേഹത്തിന് നടത്താമല്ലോ DNA ടെസ്റ്റ്. ഇനി അത് പോട്ടെ, ഇദ്ദേഹം ജയൻ്റെ മകനാണെന്ന് ഇരിക്കട്ടെ. ഇതെന്തിനാണ് നാട്ടുകാരെ അറിയിക്കുന്നത്? ഞാൻ ജയൻ്റെ മകനാണ് കേട്ടോ, മനസ്സിലാക്കിക്കോ എന്ന് നാട്ടുകാരെ എന്തിനാ അറിയിക്കുന്നത്? ജയനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. കാരണം അദ്ദേഹം ഒരു മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറായിരുന്നു, മെഗാ സ്റ്റാറായിരുന്നു. ഇന്നും ജയൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എപ്പോൾ നോക്കിയാലും നമ്മൾ മൊബൈലിൽ പറഞ്ഞാൽ ജയൻ്റെ കാര്യങ്ങളെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ജയനെ കുറിച്ച് താല്പര്യമുണ്ട്. ജയൻ്റെ മകനെക്കുറിച്ച് ജയൻ്റെ മകനെന്ന് അയാൾ പറയുന്നത്, ജയൻ പറഞ്ഞിട്ടില്ല. ഒക്കെ താല്പര്യമില്ല. ഇനി ജയൻ്റെ പല വസ്തുവകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഈ DNA ടെസ്റ്റ് നടത്തിയിട്ട് മകനാണെന്ന് ഉറപ്പുവരുത്തുള്ള താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം അത് നടത്തിക്കോട്ടെ. ബാംഗ്ലൂരോ അല്ലെങ്കിൽ മറ്റേ ഡൽഹിയിലോ എവിടെയും പോയിട്ട് നടത്തിക്കോട്ടെ, കോടതിയിൽ സമർപ്പിച്ചോട്ടെ, വസ്തുവകൾ സ്വന്തമാക്കിക്കോട്ടെ. പക്ഷെ അവിടെ നടക്കുന്നത് ഏതോ കണ്ണനോ പിന്നെ ഈ ആദിത്യൻ, ഈ പറഞ്ഞ മുരളിയോ എന്താ ഇപ്പം ആ ഫാമിലി മുഴുവൻ സത്യം പറഞ്ഞപ്പോൾ ജയൻ്റെ ഒരു നല്ല സ്വർണ്ണ നിറത്തിലുള്ള പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട് ജയൻ്റെ വീടിൻ്റെ മുമ്പിൽ. അതുമ്പോൾ ഇങ്ങനെ ചാണകവെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ കോഴിക്കാട്ടം വെച്ച് തെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും ആ വംശത്തിൽ ജനിക്കുന്ന എല്ലാവരുടെയും കൂട്ടത്തിൽ നാളെ ഇനി അതിനകത്തൊരു സുബ്രഹ്മണ്യം ജനിച്ചാലും അതിനൊരു ബാലകൃഷ്ണൻ ജനിച്ചാലും അതിൻ്റെ കൂട്ടത്തിൽ ജയൻ പേരിടും. നമ്മളെ ഭരിക്കുന്ന ഗാന്ധി ഫാമിലിയുടെ പോലെയാണ്. വരുന്നവർക്ക് മുഴുവൻ ഗാന്ധി എന്ന പേര്. ഒന്നിനോ ഭർത്താവിൻ്റെ വംശം, ഭാര്യയുടെ വംശം അങ്ങനെയല്ല മാറിപ്പോണത്, അങ്ങനെയൊന്നുമല്ല എന്ന് പറയുന്ന പോലെ ഇവിടെ ജയൻ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ മരിച്ചു പോയിട്ടും മിമിക്രിക്കാരും എല്ലാവരും അദ്ദേഹത്തെ ചേർത്ത് നിർത്തി അദ്ദേഹത്തെ വലിയൊരു രൂപത്തിലാക്കി മാറ്റി. ഇന്നുള്ള ആൾക്കാർ ജയൻ്റെ സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ആ ഫാമിലിയിലുള്ള ഇങ്ങനെയുള്ള കുറേ ആളുകൾ അങ്ങനെ നാറ്റിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റേ അദ്ദേഹത്തിൻ്റെ ജയനെ നാറ്റിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുതിയ വെർഷനാണ് ഈ ആദിത്യ ജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള് ചെയ്തിട്ടുള്ള അതിൻ്റെ പുതിയ വെർഷനാണ് ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂട്ടത്തിലൊരു രസം ഞാൻ മറന്നുപോകും. ഇന്നലെ എനിക്കൊരാളൊരു ഇത് അയച്ചു തന്നു. അതിൽ കാണുന്നതെന്ന് വെച്ചാൽ ഈ അമ്പിളി ദേവിയുടെ അമ്മ അവർ പറയുന്ന ചെറിയൊരു ക്ലിപ്പ്. അതിൽ പറയുന്നത് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെയാണ് വലിയ കാര്യങ്ങൾ, ചോദിക്കാൻ ചെല്ലുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ക്യാമറക്കാരൊക്കെ ചെല്ലുന്നുണ്ട്. ഇനി അയാളൊരു കോംപ്രമൈസിന് സാധ്യതയുണ്ടോ എന്നാണ് ചോദ്യം. ഈ സമയത്ത് ആ സ്ത്രീ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നത്, ഇനി അവൻ ഈ പടി കടന്നു വന്നാൽ അവൻ്റെ കാല് തല്ലി ഒടിക്കുന്നത് ഞാനായിരിക്കും. ആ സ്ത്രീ തൻ്റെ മകള് ആദ്യം വിവാഹം കഴിച്ചു, അതാകെ മലവലാതിയായി. രണ്ടാമത് വിവാഹം കഴിച്ചു, അതിലൊരു കുട്ടിയായി. അതും ഇങ്ങനെ ആയപ്പോൾ സാധാരണ ഒരു മലയാളത്തിൽ ടിപ്പിക്കലായിട്ടുള്ള സ്വഭാവമുള്ളൊരു അമ്മയാണെങ്കിലോ ഞാൻ എന്താ ചെയ്യുക മോനെ, അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ കോംപ്രമൈസ് ആയിട്ട് എന്തായിട്ട് ഞാനായിട്ട് അവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നില്ല. എല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും എനിക്ക് കഷ്ടം തോന്നുകയാണ്, സങ്കടം തോന്നുകയാണ് എന്ന് പറയുന്ന പകരം അവനിവിടെ വന്നാൽ ആദ്യമായിട്ട് അവൻ്റെ കാല് തല്ലിയൊടിക്കുന്നത് ഞാനായിരിക്കുമെന്ന് പറയുന്ന തള്ളയുടെ മോനാട്ടോ മോളാണോട്ടോ ഈ അമ്പിളി ദേവി. അപ്പം ആരും എല്ലാവരുടെ കയ്യിലും ഒരു വെടിക്കുള്ള ഉണ്ട്, എല്ലാവരുടെ കയ്യിലുണ്ട്. രണ്ടാമത്തെ വെടിക്കുള്ള ആദിത്യൻ്റെ കയ്യിലാണോ അതോ മറ്റേ അമ്പിളി ദേവിയുടെ കയ്യിലാണോ എന്ന് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇപ്പോൾ കേരളത്തിൽ രണ്ട് പക്ഷമാണ്, ആദിത്യൻ പക്ഷവും അമ്പിളി പക്ഷവും രണ്ട് പക്ഷമായിട്ടാണ് നിൽക്കുന്നത്. ഈ ഡൈവോഴ്സൊക്കെ പണ്ട് നടന്നിട്ടുണ്ട്. ഗൃഹസ്ഥാശ്രമം നയിച്ച് സന്യാസത്തിലേക്ക് കടക്കുന്ന സമയത്ത് അവിടെ ഒരു അർത്ഥത്തിൽ ഡൈവോഴ്സാണ് സംഭവിക്കുന്നത്. രണ്ട് ഭാഗത്തേക്ക് പിരിഞ്ഞു പോവാണ് സംഭവിക്കുന്നത്. പക്ഷേ അതൊന്നും ഒരു വൃത്തികേടായിരുന്നില്ല. യാജ്ഞവൽക്യൻ തൻ്റെ ഭാര്യയായിട്ടുള്ള കാത്യായനിയാണെന്ന് തോന്നുന്നുണ്ട്. കാത്യായനോട് പറയുന്നുണ്ട്, കാത്യായനി ആത്മനസ്സുകാമായ സർവം പ്രിയം ഭവതി. അവനവൻ്റെ ആത്മാവിന് പ്രിയമായിട്ടിരിക്കുന്ന, ആത്മാവിന് കാമമായിട്ടിരിക്കുന്ന, ആത്മാവിനെ സന്തോഷിപ്പിക്കുന്ന കാര്യത്തോടാണ് എല്ലാവർക്കും പ്രിയമുണ്ടാകുക. ഞാൻ ഗൃഹസ്ഥാശ്രമിയായിട്ട് ജീവിച്ചു, 2 ഭാര്യമാരുണ്ടായിരുന്നു. ഇനിയുള്ള കാലഘട്ടത്തിൽ ഞാൻ പരിപൂർണമായിട്ട് ഈ ശരീരത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ശരീരത്തിൽ നിന്ന് വിടാൻ പോവുകയാണ്, സന്യാസം സ്വീകരിക്കാൻ പോവുകയാണ്. അതായത് അദ്ദേഹം പോകുന്നു, അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണത്. അതേ സമയത്ത് കാത്യായനി അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, ശരി ഞാനും എല്ലാം വിടാൻ പോവുകയാണ്. അങ്ങനെ അവർ 2 വഴിക്ക് അവർ പിരിയുന്നു. ഇവിടെ അത് ഒരുപാട് സംഭവിച്ചിട്ടുള്ളതാണ്, അത്തരം കാര്യങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുള്ളതാണ്. പണ്ടത്തെ രാജാക്കന്മാരും മറ്റുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യും, പണ്ടത്തെ ഗൃഹസ്ഥാശ്രമികൾ അവർ ചെയ്യും. പക്ഷെ അത് അടിത്തല്ലിന് വേണ്ടിയിട്ടല്ല, ആ പരിപൂർണതയ്ക്ക്
സത്യസരണിയിലൂടെ മുന്നേറാൻ വേണ്ടിയിട്ട് കുടുംബത്തോടുള്ള എല്ലാ വിധത്തിലുള്ള കടപ്പാടുകളും തീർത്ത് വെച്ചതിന് ശേഷം മക്കയിലേക്ക് പോകുന്ന ആളുകളുണ്ട് തീർത്ഥാടനത്തിന്. ഇന്ന് മക്കയിലേക്ക് പോയാൽ 4 മണിക്കൂർ അങ്ങോട്ട്, അവിടെ 2-3 ദിവസം കഴിഞ്ഞ് 4 മണിക്കൂർ ഇങ്ങോട്ട് ഇവിടെ തിരിച്ചെത്തി. പണ്ട് മക്കത്ത് പോയാൽ തിരിച്ചു വരില്ല. അതൊരു പോക്കായിരുന്നു, പരിപൂർണമായിട്ട് അള്ളാഹുവിലേക്കുള്ളൊരു പോക്കെന്ന് വേണ്ടി പറയാം എൻ്റെ ഭാഷയിൽ. അല്ലെങ്കിൽ പരിപൂർണമായിട്ടുള്ള ആ പരമശക്തനിലേക്കുള്ള പോക്ക് എന്ന് പറയാം. അങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം? എല്ലാത്തിൽ നിന്നുള്ള വിടുതൽ സ്വീകരിക്കണം. മക്കളെ വിവാഹം കഴിച്ചു കൊടുത്തയക്കണം, ഭാര്യ മക്കളെ ആരെങ്കിലും കൃത്യമായിട്ട് ഏൽപ്പിക്കണം, ആരുടെയും കയ്യിൽ എന്തെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ അത് ചോദിച്ച് പറഞ്ഞ് തീർക്കണം. അതും ഈ ഡൈവോഴ്സിൻ്റെ ഒരു ഭാഗമാണ് വാസ്തവത്തിൽ. പക്ഷെ അത് പുണ്യചരിതമാണ്. അതൊക്കെ അതിന് ദ്രോഹിച്ചുകൊണ്ടല്ല. അതിനുശേഷം അവരെ ചീത്ത പറഞ്ഞാൽ അയാൾ ഇവരെ ചീത്ത പറയണു. അയാൾക്ക് നാണാവില്ലേ? മക്കത്ത് പോയിരിക്കുകയാണ്, മക്കളെ നോക്കാതെ, ഭാര്യയെ നോക്കാതെ. എനിക്ക് പൈസ തരാണ്ട്, ഇങ്ങനെയുള്ള പ്രശ്നം അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാം സമരസപ്പെട്ട് എല്ലാം തീർത്ത് എല്ലാവരുടെയും അനുമതിയോട് കൂടിയിട്ടാണ് പോയിരുന്നത്, എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടിയിട്ടാണ് പോയിരുന്നത്. ഇന്നും അതെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായിട്ട് മക്കത്ത് പോകുന്നയാൾ അദ്ദേഹം ഏതെങ്കിലും ഒരു കുടുംബത്തിലെ വ്യക്തിയായിരിക്കും. പക്ഷെ തിരിച്ചു ഏതെങ്കിലും കുടുംബത്തിലെ വ്യക്തിയായിരിക്കും, ആരുടെയും ഭർത്താവായിരിക്കും, ഏതെങ്കിലും കുട്ടികളുടെ മക്കളായിരിക്കും, ഏതെങ്കിലും സ്ത്രീകളുടെ സഹോദരനായിരിക്കും, ഏതെങ്കിലും അമ്മയുടെ മകനായിരിക്കും, ഏതെങ്കിലും അച്ഛൻ്റെ മകനായിരിക്കും, അബൂബക്കർ എന്ന് പേരെന്നിരിക്കട്ടെ. പക്ഷെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഹാജിയാരാണ്. അദ്ദേഹം സമൂഹത്തിൻ്റെ സ്വത്താണ് അദ്ദേഹം. കാരണം അദ്ദേഹം ഈ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത മുഴുവൻ തീർത്തു. ഇനി അദ്ദേഹത്തെ തന്നെ സമൂഹത്തിന് നൽകുകയാണ്. അതാണ് മക്കയിൽ പോയി തിരിച്ചു വരുന്നതിൻ്റെ കോൺസെപ്റ്റ്. അദ്ദേഹം ഹാജിയാരാണ് അദ്ദേഹം. പക്ഷെ ഇന്ന് കാലഘട്ടങ്ങൾ മാറിയപ്പോൾ അതിനൊക്കെ ചെറിയ ചെറിയ ലോപങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അത് പോട്ടെ. അപ്പം അങ്ങനെയുള്ള വിടുതലിനൊക്കെ ഒരു മനോഹാരിത ഉണ്ടായിരുന്നു, അതിന് സത്യസന്ധത ഉണ്ടായിരുന്നു, ആധ്യാത്മികത ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ പ്രശസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി യൂറോപ്യൻസ് ഉണ്ട്, അവിടെ ഡൈവോഴ്സ് ഉണ്ട്. അത് അടിയും തന്നെ അവിടുത്തെ ഡൈവോഴ്സ്. ഞാൻ ആശ്രമത്തിലുള്ള സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും ജർമ്മനിയിലോ യൂറോപ്പിലാണെന്ന് എനിക്കറിയാം, ജർമ്മനിയിലോ മറ്റോ ആണല്ലോ, ഫ്രാൻസിലോ മറ്റോ ആണ്. അപ്പോൾ ഈ പെൺകുട്ടി, അവൾക്കൊരു 30-35 വയസ്സുണ്ടാവും. ഓടി വന്നിങ്ങനെ ഈ പറവകൾ പറക്കുന്ന പോലെ ഇങ്ങനെ ആടി വന്ന് ബ്രഹ്മാവനെ എന്നെ കെട്ടിപ്പിടിച്ചു, ഉമ്മയ്ക്കും വെച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അത് അവരുടെ സംസ്കാരമാണ്, നമ്മൾ അങ്ങോട്ട് കെട്ടിപ്പിടിക്കാറില്ല. അത് നമ്മൾ ഇന്ത്യക്കാർ വന്ന് തന്നെ സ്വാമിയെ അവർ കെട്ടിപ്പിടിച്ചിട്ടില്ല, അവർ നമസ്കാരം പറയുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതാരാണെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞത്, ഹി വാസ് മൈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു. ശരി, ഹി വാസ് മൈ ഹസ്ബൻഡ്, ശരി, ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന എൻ്റെ അവിടെ പ്രധാനപ്പെട്ട ഒരാൾ രാജഗോപാൽ സാറ്, അദ്ദേഹത്തോട് പറഞ്ഞു. അവൾ ഇംഗ്ലീഷ് പറഞ്ഞ കേട്ടോ, യൂറോപ്യൻസിൻ്റെ ഇംഗ്ലീഷ് കേട്ടോ, ഹി വാസ് മൈ ഹസ്ബൻഡ്. കഷ്ടം. അപ്പം അദ്ദേഹം പറഞ്ഞു, ബ്രഹ്മ നിന്നേക്കാൾ നന്നായിട്ട് അവർക്ക് ഇംഗ്ലീഷ് അറിയാം. അവർ പറഞ്ഞ് ശരിയാണ്. അവളുടെ കൂടെയുള്ളത് അവളുടെ ഹസ്ബൻഡ് ആയിരുന്നു, അവളുടെ ഭർത്താവായിരുന്നു. അപ്പോൾ ഇവർ ഒരുമിച്ച് നടക്കുന്നു. ഇപ്പോൾ ഭർത്താവല്ല, ഇപ്പോൾ ബോയ് ഫ്രണ്ടാണ്. ഇവർ തമ്മിൽ ഡൈവോഴ്സായി, അവർ നാട്ടിൽ വെച്ച് ഡൈവോഴ്സായി ആയതിനു ശേഷം അവൾ വേറെ വിവാഹം കഴിച്ചു. ഈ വിവാഹത്തിലുണ്ടായിരുന്ന കുട്ടിയെ അവളുടെ കയ്യിലാണ്. പക്ഷെ പുതിയതായിട്ട് വിവാഹം കഴിച്ച ഒരാൾ, അയാളൊരു കോളേജിൽ ജോലിക്കാരനായിരുന്നു, കോളേജിലെ ക്ലർക്കോ മറ്റോ ആയിരുന്നു. അയാൾ അങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിതം നയിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇവൾക്കാണെങ്കിൽ എഴുത്തുകാരിയാണ്, ഇവൾക്ക് ലോകം ചുറ്റി നടക്കണം. അതിന് അയാൾക്ക് പറ്റില്ല, പുതിയ ഭർത്താവിന് പറ്റില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്തു? ലോകം ചുറ്റി നടക്കാൻ ഇഷ്ടപ്പെടുന്ന പഴയ ഭർത്താവിനെ അവൾ ബോയ് ഫ്രണ്ടാക്കി മാറ്റി. പുതിയ ഭർത്താവ് ഈ പഴയ ഭർത്താവിൻ്റെ കുട്ടിയെ, പഴയ ഭർത്താവിനും ഇവൾക്കുണ്ടായ കുട്ടിയെ നോക്കിക്കൊണ്ട് അയാളുടെ വീട്ടിലിരിക്കുന്നു, ജോലി ചെയ്തിരിക്കുന്നു. അയാളുടെ എല്ലാ സമ്മതത്തോടും കൂടിയിട്ട് അയാളുടെ ഇപ്പോഴത്തെ ഭാര്യ ആയിട്ടുള്ള ഇവള് പഴയ ഭർത്താവായിട്ടുള്ള ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ടിനോട് കൂടി ലോകം ചുറ്റി നടക്കുന്നു. ഒരു പ്രശ്നവുമില്ല. നമ്മൾ കേൾക്കുമ്പോൾ പറയും, അയ്യേ വൃത്തികെട്ട സംസ്കാരം എന്ന് പറയും. അത് വൃത്തികേടാണെങ്കിൽ അതിലപ്പുറമുള്ള വൃത്തികേടല്ലേ ഈ കാണുന്നത്, ഈ ആദ്യത്തെ അമ്പിളിയുടെ കാറ്റിൽ കാണുന്നത്. ഡൈവോഴ്സ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഫൂ 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 എന്നും പറഞ്ഞ് വൃത്തികെട്ട കൊടിച്ചിപ്പെട്ടി സംസ്കാരമല്ലേ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നാട്ടുകാർ കാണുകയാണ്. ഭാര്യ ഭർത്താവ് വഴക്കൂടി കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് അപ്പുറത്തുള്ള വീട്ടുകാരറിയും. അവർ വഴക്കൊക്കെ ഉണ്ടാവതേ, അവിടെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ വഴക്ക്. പറയാമോ പിള്ളേരൊക്കെ ഒന്ന് എത്തിച്ചു നോക്കും, അടി ഉണ്ടാവും തല്ലുണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട്. ഇതിപ്പം ഓൺലൈനിലൂടെ ഞങ്ങൾ ഡൈവേഴ്സായി, അവനാണ് കള്ളൻ, അപ്പം അദ്ദേഹം തിരിച്ചൊരു വീട്ടിൽ ഇങ്ങോട്ട് പൊട്ടിച്ചു, ഇവളാണ് കള്ളി. പാർമേക്കാവും തിരുവമ്പാടിയും നല്ല കാലത്ത് മറ്റേത് ഇപ്പം 2 വർഷമായിട്ട് തൃശ്ശൂർ പോലുമില്ല.
വെടി പൊട്ടിക്കുമ്പോൾ അവർ 2 നില പൊട്ടിച്ചാൽ ഇവർ 3 നില പൊട്ടിക്കും, ഇവർ 3 നില പൊട്ടിച്ചാൽ അവർ 4 നില പൊട്ടിക്കും. ചേരപ്പാടൻ അന്തോണി, ഇവിടുത്തെ കാജ് ഫയർവർക്സ് ജോസ്, ഇവർ തമ്മിൽ അയാൾ മറ്റേ ഹനുമാൻ്റെ രൂപം ഉണ്ടാക്കുമ്പോൾ ഇയാൾ ശ്രീരാമൻ്റെ രൂപം ഉണ്ടാക്കും. ഇതുപോലെ തമ്മിൽ കാർക്കിച്ച് തുപ്പുകയാണ് വാസുദേവ ചെയ്യുന്നത്, അലക്കി പിഴിയുകയാണ് ചെയ്യുന്നത്, മാലിന്യം. എന്നിട്ട് ഇങ്ങനെ ചില ആൾക്കാർക്ക് സ്വഭാവമുണ്ട്, തലയ്ക്കും തോർത്തി എല്ലാം തോർത്തി മൂക്കൊക്കെ ഒക്കെ പറഞ്ഞ് തോർത്തി ഇതെല്ലാം കഴിഞ്ഞാൽ ആ മുണ്ട് പ്ലേ 2 പ്രാവശ്യം കുടയും. ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് മുഴുവൻ പോയിട്ട് കുളിക്കേണ്ട വരും. ഇതുപോലെ ഇവരുടെ മാലിന്യം പിഴിഞ്ഞ് കുടയുകയാണ് ചെയ്യുന്നത്, എല്ലായിടത്തും കുടയുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം പറയാം. ഭാര്യ പ്രസവിക്കുമ്പോൾ അവരനുഭവിക്കുന്ന വേദന, അതനുഭവിക്കാൻ വേണ്ടി പ്രസവ വേദന തൻ്റെ ഉദരത്തിൽ സ്റ്റൊമക്കിൽ കാണിക്കുന്ന അടിവയറ്റിൽ കാണിക്കുന്ന കാര്യങ്ങൾ പോലും യൂറോപ്പിലുണ്ട്. നിങ്ങൾ അനുഭവിക്കണം ഇത് എന്നുള്ള രീതിയിൽ അത്രത്തോളം ഭാര്യയെ സ്നേഹിക്കുന്നവർ, ഭാര്യ പ്രസവിക്കാൻ കിടക്കുമ്പോൾ ആ റൂമിൽ കയറി നിൽക്കുന്ന ആളുകൾ, അവിടെ പ്രണയമുണ്ട്. നമ്മുടെ കേരളത്തിലെ പ്രധാന പ്രശ്നം പ്രണയം എന്താണെന്ന് അറിയില്ല എന്നുള്ളതാണ്. സ്നേഹമല്ല പ്രണയം, പ്രകർഷണം മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യവസ്ഥയാണ് പ്രണയം. അതിവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 90% പെണ്ണ് കൊള്ളാമല്ലോ, മുഴുപ്പുള്ള പെണ്ണാണ്, ഉപയോഗിക്കാൻ കഴിയുന്ന പെണ്ണാണ് എന്നുള്ള രീതിയിലുള്ള കല്യാണങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. അവിടെ പ്രണയം പിന്നീട് പൊട്ടിമുളയ്ക്കില്ല. ചിലയിടത്ത് അങ്ങനെയാണ്, വിവാഹം കഴിഞ്ഞിട്ട് പ്രണയം പൊട്ടിമുളയ്ക്കും. ചിലർ പ്രണയം വിവാഹത്തിൽ എത്തി നിൽക്കും. പക്ഷെ പ്രണയം കേരളത്തിൽ ഇപ്പം ഇല്ല. ഇപ്പം കവികളുടെ അടുത്തുണ്ട്. ONV പോവുകയും ചെയ്തു, യൂസഫ് പോവുകയും ചെയ്തു, ഭാസ്കരൻ മാഷ് പോവുകയും ചെയ്തു. പ്രണയത്തെക്കുറിച്ച് കവിതകൾ എഴുതാൻ, സാഹിത്യത്തിൽ കൂട്ടിച്ചേർക്കാൻ പോലും പലർക്കും കഴിയുന്നില്ല. പുതിയ സിനിമകളിലും പ്രണയമില്ല. പഴയ സിനിമയിലുണ്ട് വെളുത്ത കത്രീന, അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിനിമയിൽ പ്രേം നസീർ ഷീലയ്ക്കും അതൊരു മനോജ്ഞമായ രീതിയിൽ പ്രണയം കാഴ്ചവെച്ചിട്ടുള്ള. അപ്പോൾ ഇപ്പം നമുക്കതിന് താല്പര്യമില്ല വാസ്തവത്തിൽ. ഇപ്പം നമ്മളുടെ ജോജി പോലത്തെ സിനിമകളാണ് ആൾക്കാർക്ക് താല്പര്യം. അത് പോട്ടെ. ഇനി കേരളത്തിൽ ഡൈവോഴ്സ് നടന്നിട്ടുണ്ട്. പ്രശസ്തമായിട്ടുള്ള ഡൈവോഴ്സ് എന്താണ്? മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ മഹതിയും പിന്നെ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, ദിലീപ്, അദ്ദേഹം തമ്മിൽ ഡൈവോഴ്സ് നടന്നു. ആ ഡൈവോഴ്സ് നടന്ന് തൃശ്ശൂർ അയ്യന്തോൾ കോടതിയിൽ ഡൈവോഴ്സ് നടന്ന് ആ മഞ്ജു വാര്യർ തലയും താത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ആങ്ങളയോടൊപ്പം കാറിൽ കയറി പോയി. ദിലീപ് അദ്ദേഹത്തിൻ്റെ വീട്ടിലും പോയി. അതിനുശേഷം ഇന്നേ വരെ ദിലീപ് ഇന്നതായതുകൊണ്ടാണ് ഞാൻ ഡൈവോഴ്സ് ചെയ്തത്, മഞ്ജു വാര്യർ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഡൈവോഴ്സ് ചെയ്തത് എന്നൊരു വാക്ക് അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഒരിക്കലും അവർ അലക്കി തേച്ച് അല്ലെങ്കിൽ അവരെന്തായാലും പറയുക, അവരെ വിഴുപ്പലക്കൽ പരിപാടി അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അവസാനം ഈ കുട്ടിയുടെ വീട് തൃശ്ശൂർ ഒരു പുള്ള് എന്ന സ്ഥലത്താണ്. അവസാനം അദ്ദേഹം ആ കുട്ടിയുടെ അച്ഛൻ മരിച്ച സമയത്ത് ആ കുട്ടിയുടെ മകളും ഈ ദിലീപും ആ വീട്ടിൽ ചെന്നു. ദിലീപ് ചെന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു, കാല് തൊട്ട് തൊഴുതു, അമ്മയുടെ അടുത്തിരുന്നു, പോന്നു. ഇന്നും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആ കുട്ടിയായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, മഞ്ജുവിൻ്റെ കാര്യം പറയുന്ന സമയത്ത് എൻ്റെ മോളുടെ അമ്മയാണ്. അവിടെ അവസാനിപ്പിക്കുകയാണ് ദിലീപ്, എൻ്റെ മകളുടെ അമ്മയാണ്, വേറെ കൂടുതലും ചോദിക്കേണ്ടെന്നർത്ഥം, എൻ്റെ മകളുടെ അമ്മയാണ്. പറഞ്ഞു വരുന്നത് ഡൈവോഴ്സ് തമ്മിൽ ചേരാൻ കഴിയാത്ത 2 പേര്, അവർ 2 വഴിക്ക് ഡൈവേർട്ടായിട്ട് പോകുന്നതിന് ഡൈവോഴ്സ് ഒരു പ്രശ്നമില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തിനാണ് ഈ ചളിവാരി എറിയുന്നത്? ജയഭാരതിയും സത്താറും വിവാഹിതരായി, അവർ വേർപിരിഞ്ഞു. സത്താർ മരിച്ച സമയത്ത് ജയഭാരതി കയറി വരുന്ന ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, പൊട്ടിക്കരഞ്ഞുകൊണ്ട്. അപ്പം ഈ മാന്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തമ്മിൽ ചേരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചേരാതിരിക്കുക. പിന്നെ വേറൊരു തരത്തിലുള്ള നെഗറ്റീവ് ചേർച്ച. കാരണം ഇപ്പോൾ സത്യം പറഞ്ഞതിൻ്റെ കാര്യം പറയട്ടെ, അമ്പിളിയും ഈ ആദ്യത്തിനും 2ആയിട്ട് പിരിഞ്ഞിട്ടില്ല. അവർ കൂടുതൽ അടുത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്, കൂടുതൽ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കണ അറിയോ? ടൈസണും മറ്റേ എന്തായാലും പറയുക, ടൈസണും പിന്നെ മറ്റേ കുസ്തിക്കാരൻ്റെ ജോ ഫ്രേസിയർ അല്ലെങ്കിൽ ഫോർമാൻ, ഇവർ ഇടിക്കുമ്പോഴല്ലേ കെട്ടിപ്പിടിച്ചിട്ട് പള്ളക്കിടിക്കും. കെട്ടിപ്പിടിച്ചിട്ട് നിൽക്കുന്നത് കെട്ടിപ്പിടിച്ചിട്ട് ഒരാൾ കൈവിട്ട മറ്റാൾ മോന്തയ്ക്ക് വീശും. അതിനൊരു കെട്ടിപ്പിടിക്കുന്ന സമയത്ത് നമ്മളുടെ ഇയാൾ ടൈസൺ മറ്റാളുടെ പള്ളക്കിടിക്കും, ഈ പള്ളക്കിടിക്കും, കെട്ടിപ്പിടിച്ചാണ് നിൽക്കുന്നത്. അതുപോലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പോൾ മുമ്പ് കെട്ടിപ്പിടിച്ചു നിന്നിരുന്നില്ല, അപ്പോൾ കെട്ടിപ്പിടിച്ചത് ഇടി. നാണവും മാനവും ലജ്ജയും അന്തസ്സും ഇതെല്ലാം പരിപൂർണമായിട്ട് ഉപേക്ഷിച്ചത്. സത്യം പറഞ്ഞാൽ
ഇന്ന് സമൂഹ മധ്യത്തിൽ അമ്പിളി ദേവിയും ഈ പറഞ്ഞ ആദിത്യനും നഗ്നരായിട്ട് നിൽക്കുകയാണ്. ആ രണ്ട് ഫാമിലികളും നഗ്നരായിട്ട് നിൽക്കുകയാണ്. അവർ തുറന്നു കാണിക്കുകയാണ്, സമൂഹത്തിൽ തുറന്നു കാണിക്കുക. അതേ കണ്ടോ എന്ന് പറഞ്ഞ് തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത്. എത്ര നാണം കെട്ട പരിപാടിയാണെന്ന് ആലോചിച്ചു. അതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനം ടി വിയാണ് തുടങ്ങി വെച്ചത്. എന്തോ വലിയ സംഭവം. ഇന്ദിരാഗാന്ധി പറയില്ലേ, ഇന്ദിരാഗാന്ധി മരണപ്പെട്ടു, ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു, സിഖുകാരവിടെ ഇതിൽ നിന്ന ആൾക്കാരാണ് അവരെ വെടിവെച്ച്, എന്തോ വലിയ വാർത്തകൾ പറഞ്ഞ പോലെയാണ്. അമ്പിളി ദേവിയും ആദിത്യനും വേർപിരിഞ്ഞു. അമ്പിളി ദേവി വൃത്തികേടാണ് ചെയ്തതെന്ന് ആദിത്യൻ പറയുകയും ഇതൊക്കെയാണ് വലിയ വാർത്തകളായിട്ട് വരുന്നത്. പിള്ളേർ യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വെച്ചോട്ടെ, പക്ഷെ വലിയ വലിയ TV ചാനലുകളിലും വാർത്തയാണ് ഈ ഡൈവോഴ്സ് വാർത്ത. ഇതാരും മറ്റേ ഡയാന രാജകുമാരിയും ചാൾസ് രാജകുമാരും ഡൈവോഴ്സായി എന്ന് പറഞ്ഞിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം ശരിക്കും പറയുകയെന്ന് വെച്ചാൽ ബ്ലൂ ഫിലിം പ്രദർശനം അതാണ് നടക്കുന്നത്. TV ചാനലുകൾ ഇതിന്ന് പിന്മാറണം. ഞാനീ പറയാൻ കാരണം അവർക്ക് ഒരു ന്യൂസ് സ്റ്റാർവേഷൻ ഉണ്ടായിരിക്കും ചില സമയത്ത്. ഇപ്പം അത് വല്ലതുണ്ടോ നോക്കുക. കൊറോണ ഒരു സുനാമിയായിട്ട്, ഹൈക്കോടതി ഏതാ പറഞ്ഞ സുനാമിയായിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്ന് നിൽക്കുകയാണ്. ഇതിൻ്റെ ഇടയിലാണ് ഇവറ്റുള്ള രണ്ടുപേരും തമ്മിൽ അന്യോന്യം ചെളി വാരി എറിയുന്നത്. ചെളിയല്ല, തീട്ടം വാരി എറിയുന്നത്, കോഴിക്കാട്ടം വെച്ച് തേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പുറകിൽ ക്യാമറയും പിടിച്ച് നടക്കാൻ കൂട്ടം ആൾക്കാർ. അതൊക്കെ നമ്മൾ കാണണമല്ലോ വാസ്തവത്തിൽ. ഏതായാലും ഇതിൻ്റെ ഇടയിൽ മറന്നു പോകുന്ന രണ്ട് ജീവന്മാരുണ്ട്. ഇവർ രണ്ടുപേരുടെയും മക്കൾ, പ്രത്യേകിച്ചും അമ്പിളി ദേവിയുടെ രണ്ട് കുട്ടികൾ. ഇനി 5-8 വർഷം കഴിയുമ്പോൾ ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന, നമുക്കെല്ലാവർക്കും അറിയാം, ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഇടുന്ന വാർത്തകൾ അതൊരു കൊല്ലം കഴിഞ്ഞാൽ അവിടെ കിടക്കുന്നുണ്ടാവും. ഇവരുടെ മക്കള് ഒരു 4-5 വർഷം കഴിയുമ്പോൾ അവർ ചോദിക്കും, അമ്മേ ഒരു സംശയം ചോദിച്ചോട്ടെ എന്ന്. എനിക്ക് മറുപടി പറയാൻ നിൽക്കേണ്ടി വരും. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം തേഞ്ഞ് മാഞ്ഞ് പോകാത്ത രീതിയിലാണ് ഇവർ ഈ സാധനം കൊണ്ട് യൂട്യൂബിലേക്ക് പണ്ടാരടങ്ങിയിട്ടുള്ളത്. അത് യൂട്യൂബ് വലിയൊരു ഈ ലോകത്തുള്ള കോടിക്കണക്കിന് ഇൻഫർമേഷൻ ശേഖരിച്ച് വയ്ക്കുന്ന ഒരു സാധനമാണ്. ഒരു കുത്തുകുത്തിയ സാധനം പുറത്തു വരും. അമ്പിളി ദേവി ആദിത്യൻ ജയൻ ഡൈവോഴ്സ് കേസ് ആധാരം മുഴുവൻ പുറത്തു വന്നു. ഈ പെണ്ണ് അങ്ങോട്ട് പറഞ്ഞ് പച്ചത്തറി, അയാൾ ഇങ്ങോട്ട് പറഞ്ഞ് പച്ചത്തറി. ആ കുട്ടി ചോദിക്കും, അമ്മേ ഈ വാക്കിൻ്റെ അർത്ഥം എന്താ? പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ യുദ്ധത്തിൽ രക്തസാക്ഷികളാകുന്ന ആരാണ്? കുട്ടികളാണ് രക്തസാക്ഷികളാകുന്നത്. ഒരർത്ഥത്തിൽ ഇത് സമൂഹം അറിഞ്ഞത് നന്നായി. കാരണം നിങ്ങൾ വിവാഹം കഴിച്ചോളൂ, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഡൈവോഴ്സ് ആക്കിക്കോളൂ. ഡൈവോഴ്സ് ആയി കഴിഞ്ഞാൽ ഡൈവോഴ്സ് ആകണം. നിങ്ങൾ രണ്ടുപേരെയും വേർപിരിയാൻ കോടതി എങ്ങനെയാണ് ചെയ്യുന്നത്? കോടതി ഓടിച്ചെന്ന് പറഞ്ഞാൽ നീ നിന്റെ വഴിക്ക് പോക്കോ, നീ നിന്റെ വഴിക്ക് പോകുമെന്ന് പറയില്ല. അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ അവരെന്ത് ചെയ്യും? സമയം കൊടുക്കും. അതിനുശേഷം കൗൺസിലിംഗും വെക്കും. സ്ത്രീ പുരുഷന്മാരിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നിങ്ങളിത് ചെയ്യരുത്, കൊച്ചു ജീവിതമാണ്, അതിങ്ങനെ നാടുമാക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് അവർ പറയേ പറ്റില്ല, ഞങ്ങൾ ഡൈവോഴ്സ് ചെയ്യണം, ഞങ്ങൾ വേർപിരിയാണ്. അപ്പോൾ കോടതി പറഞ്ഞു ശരി, നിങ്ങൾക്ക് വേർപിരിയാം എന്ന് പറയുന്നു. അങ്ങനെ കോടതി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? കോടതിയോടൊരു മാന്യതയുണ്ട്. വേർപിരിയണം. ഡൈവോഴ്സ് ആയി കഴിഞ്ഞാൽ ഡൈവോഴ്സ് ആകണം, ഡൈവേർട്ട് ആകണം. ഒരാൾ ഈ വഴിക്കും ഒരാൾ ഈ വഴിക്കും. നാളെ ആദിത്യ ജയനോട് വന്നിട്ട് പറയാണ്, അമ്പിളി ദേവി ഡൈവേർട്ടായി ആയി, തനിക്കെന്താ വിഷമം? അല്ല, അമ്പിളി ദേവിയോട് പോയിട്ട് പറയാം, നിങ്ങൾ ആദിത്യ ജയനെ ഡൈവേർട്ട് ചെയ്തോ, അല്ല ഡൈവോഴ്സ് ചെയ്തോ, നിങ്ങൾക്കെന്താ വിഷമം? ആ ചാപ്റ്റർ അവിടെ അവസാനിപ്പിക്കണം. അതാണ് മാന്യത. അതല്ലാത്ത കാര്യങ്ങളൊന്നും മാന്യതയല്ല, മാന്യതയില്ലായ്മയാണ്. നമസ്കാരം.